ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയങ്ങളെ കൊണ്ട് മാത്രം തീർന്നിട്ടില്ല BJPക്ക് ഏറ്റ തിരിച്ചടികളുടെ കണക്കുകൾ. പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലും BJP വിയർക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി രാജ്യസഭയിൽ BJPയുടെ അംഗബലം 90-ൽ താഴെ എത്തിയിരിക്കുകയാണ്. BJPയുടെ 4 MPമാരുടെ കാലാവധി ജൂലൈ 13-ന് അവസാനിച്ചതോടെ BJPക്ക് രാജ്യസഭയിലെ അംഗബലം 86 കുറഞ്ഞിരിക്കുകയാണ്. ഇതോടെ BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിൻ്റെ സീറ്റെണ്ണം 101 കുറഞ്ഞിരിക്കുകയാണ്. 245 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 123 അംഗങ്ങളുടെ പിന്തുണയാണ്. രാജ്യസഭാ അംഗങ്ങളായിരുന്നവരെ BJP ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയും അവർ കൂട്ടത്തോടെ തോൽക്കുകയും ചെയ്തത് BJPക്ക് തിരിച്ചടിയായി. കേരളത്തിൽ നിന്നും മത്സരിച്ച് തോറ്റ രാജീവ് ചന്ദ്രശേഖറും അതേപോലെ V മുരളീധരനും രാജ്യസഭയിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിമാരായിരുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചെങ്കിലും രാജ്യസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ ആ കുറവ് പരിഹരിക്കാം എന്ന വിശ്വാസത്തിലാണ് BJP ഉള്ളത്. മഹാരാഷ്ട്ര, ബീഹാർ, അസം എന്നിവിടങ്ങളിൽ നിന്നായി 2 വീതം സീറ്റുകൾ നേടാനാകുമെന്ന BJP NDA സഖ്യത്തിൻ്റെ കണക്കുകൂട്ടൽ. പ്രതിപക്ഷത്തിനെതിരെ വ്യക്തമായ ആധിപത്യമുള്ളതിനാൽ ഹരിയാനയിലും അതേപോലെ ത്രിപുരയിൽ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ സീറ്റും നേടാനാകുമെന്നാണ് BJP കരുതുന്നത്. രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കാൻ 12 അംഗങ്ങളുടെ കുറവാണ് ഇപ്പോൾ NDA BJP സഖ്യത്തിനുള്ളത്. NDAക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബില്ലുകൾ പാസ്സാക്കാൻ മറ്റു പാർട്ടികളുടെ സഹായം തേടേണ്ടതായിട്ട് വരും. തമിഴ്നാട്ടിലെ അണ്ണാ DMKയും അതേപോലെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസിനെയും കൂടെ നിർത്താമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അണ്ണാ DMKക്ക് 4 അംഗങ്ങളും YSR കോൺഗ്രസിന് 11 അംഗങ്ങളുമാണ് രാജ്യസഭയിലുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ BJPക്കൊപ്പം നിന്നവരാണ് 2 പാർട്ടികളും. കഴിഞ്ഞ കാലങ്ങളിൽ BJPയെ പിന്തുണച്ചിരുന്ന ബിജു ജനതാദൾ BJD എന്ന പാർട്ടിക്ക് 9 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയോടേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് BJPയുമായി സഖ്യം വിടുകയും പിന്നീട് ഇന്ത്യ സഖ്യത്തിന് രാജ്യസഭയിൽ 9 അംഗങ്ങളുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് BJD. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് രാജ്യസഭയിൽ 87 അംഗങ്ങളുണ്ട്. ഇതിൽ 26 പേർ കോൺഗ്രസും 13 പേർ തൃണമൂൽ കോൺഗ്രസുമാണ്. ആപ്പിനും അതേപോലെ DMKക്കും 10 വീതം അംഗങ്ങളുമുണ്ട്. ഇന്ത്യ സഖ്യത്തിലും NDA സഖ്യത്തിലും ഇല്ലാത്ത തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ BRSൻ്റെ MPമാരും പിന്നീട് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരും സ്വതന്ത്രരുമാണ് മറ്റുള്ളവർ. ഇന്ത്യ മുന്നണിയിലെ MPമാരും അതേപോലെ NDA മുന്നണിയിലെ MPമാരും മറ്റുള്ളവരും എല്ലാം കൂടി ചേർന്ന് 225 പേരാണ് ഇപ്പോൾ നിലവിൽ രാജ്യസഭയിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ തെലങ്കാനയിലെ ഒരു സീറ്റിലും വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചതോടെ, ലോക്സഭാ മണ്ഡലത്തേക്ക് വിജയിച്ചതോടെ ആ സീറ്റ് രാജസ്ഥാനിൽ നിന്ന് നഷ്ടപ്പെടാനാണ് സാധ്യത. 19 സീറ്റുകളാണ് നിലവിൽ രാജ്യസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. അതിൽ 11 പേർ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു വന്നവരും തെലങ്കാന BRSൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന കേശവർ റാവുവും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് 3 പേരും ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 4 പേരുമാണ് ബാക്കിയുള്ളവർ.